ഹായ് കൂട്ടുകാരെ, നമുക്ക് ഇന്നൊരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാം. നമ്മൾ ചിക്കൻ പൊരിച്ചിട്ടുള്ള ഒരു ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോണത്. അതിന് നമുക്ക് ഇനി ഇത് കഴുകിയ ചിക്കനാണ്. നമുക്കിതിന് മസാല കൂട്ടാം. പിന്നെ ഈ കാല് കുറച്ച് വലിപ്പം കൂടിയ കൊണ്ട് നമുക്കൊന്ന് വരഞ്ഞു കൊടുക്കാം. അപ്പോൾ ഇതിൽ മസാല ചേരും, അതിനാണ് കാല് വരഞ്ഞു കൊടുക്കുന്നത്. ഇനി ഇതിൽ നമുക്ക് ആവശ്യത്തിനുള്ള മസാല കൂട്ടാം. ആദ്യ ലേശം ഈ കോഴിഫ്ലവറിൻ്റെ പൊടി ഇടാം. ഉപ്പിടാം. ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഇനി നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇടാം. ചിലവർക്ക് എരിവ് തോനെ വേണം, ചിലവർക്ക് എരിവ് കുറച്ച് മതി. ഞാൻ കുറച്ചാണ് ഇടുന്നത്. ഇത് 1 കിലോ ചിക്കനാണ്. ഇനി ഇത് നമുക്ക് കൂട്ടാം. ഇനി ഇത് നമുക്കൊരു അരമണിക്കൂർ എടുത്ത് വെക്കാം. നമുക്കിനി നേരത്തെ മസാല കൂട്ടി വെച്ച കോഴീനെ പൊരിക്കാം. ഇനി നമുക്ക് ചട്ടി നന്നായി ചൂടാക്കും. ഇനി ആവശ്യത്തിനുള്ള എണ്ണ ഒഴിക്കാം. ഇനി എണ്ണ നന്നായിട്ട് ചൂടായി. കായം കൂട്ടി വെച്ച ഇറച്ചി അതിലെടുത്തിടാം. ഇറച്ചി വേകുമ്പോഴത്തേക്ക് നമുക്ക് ഉള്ളിയും തക്കാളിയും അരിഞ്ഞു വെക്കാം. നമ്മൾ 1 കിലോ അരിയിലാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. 1 കിലോ അരി, 1 കിലോ ചിക്കൻ. അതിന് ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് 5 വെല്ലുള്ളിയാണ്. ഇനി മസാല വേണമെങ്കിൽ തോന വേണമെങ്കിൽ കുറച്ചുകൂടി ഉള്ളി ഇടാം. തക്കാളി അതേപോലെ തന്നെ തോന വേണമെങ്കിൽ മസാല വേണമെങ്കിൽ തോന തക്കാളിയും എടുക്കാം. അപ്പോൾ ഇത് നമുക്കിനി അരിയാം. ഇനി നമുക്ക് ഇത് മറിച്ചിടാനായോ എന്ന് നോക്കാം. മറിച്ചിടാനായിക്കണം. മറിച്ചിടാം. മറിച്ചിട്ടിക്കണം. അത് തോല് പോയിടാ മറിച്ചപ്പോ. നീളത്തിൽ അരിയണമെങ്കിൽ നീളത്തിൽ അരിയാം. ഇതേപോലെ അരിഞ്ഞിട്ട് മുറിക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. നിങ്ങൾക്ക് എങ്ങനെ താല്പര്യം അതേപോലെ അരിയാം.
ഇനി നമുക്ക് ഈ ഒരു ക്യാരറ്റും കൂടി അതിൽ അരിഞ്ഞു കൂട്ടാം. ചോറ് വെക്കാനാണ്, വെള്ളത്തിലിടുക. പിന്നെ അത് പച്ചക്കറി ഇഷ്ടമുള്ളവർക്ക് ക്യാരറ്റ് ഇടാം, ക്രീം പീസ് ഇടാം, പിന്നെ ബീൻസ് ഇടാം. ഇതൊക്കെ ഇട്ടിട്ട് വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് അരിയിട്ട ഇത് വേകും. അപ്പോഴത്തേക്ക് ഇത് നമുക്കിനി ചെറുതായിട്ട് അരിയാം. ഇത് വെളുത്തുള്ളി, ഇത് ഇഞ്ചി, ഇത് പച്ചമുളക്, മൂന്നും പാടെ ചതയ്ക്കുക മിക്സിയിലിട്ടിട്ട്. ഇത് നമുക്ക് ഈ ചിക്കൻ വറുത്ത എണ്ണയാണ്. ആ പാത്രത്തിൽ നമുക്ക് ആവശ്യമില്ലാത്ത എണ്ണ മാറ്റി വെച്ചിട്ട് ആവശ്യമുള്ള എണ്ണ വെച്ചിട്ട് നമുക്കിതിൽ ഉള്ളിയിട്ട് വാട്ടാം. ഇതിൽ നമുക്ക് മസാല ഉണ്ടാക്കാം. ഉള്ളി നന്നായിട്ട് വാട്ടിയെടുക്കുക. ഉള്ളി വാടുന്നവരെ അങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും മുളകും ചതച്ചത് ഇതിൽ ഇട്ട് ഇളക്കാം. നമുക്കിനി ഉള്ളി വാടി, ഇനി തക്കാളി ഇതിലിട്ട് ഇളക്കാം. ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെക്കാം. മൂടി വെക്കുമ്പോ ഈ തക്കാളി വേഗം വെന്ത് ഇതാവും, ഉടയും. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. ഇതിപ്പോ തക്കാളി നല്ല വെന്ത് ഉടഞ്ഞ് ആയിട്ടുണ്ട്. ഇനി ഇതില് ഇച്ചിരി ചിക്കൻ മസാല ഇടാം. ആവശ്യത്തിനുള്ള മസാല ഇടുക. നമുക്ക് കുറച്ച് ഉപ്പിടാം. ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുക. ഇനി നമുക്ക് ഈ വറുത്ത് വെച്ച ഇറച്ചി ഇതിലിടാം. ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇത് ഒന്നുകൂടി മൂടി വെക്കാം. അതെന്തിനാന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇട്ട ഇറച്ചി ചൂടാറിപ്പോയില്ലേ, അതുകൊണ്ട് ഒന്നുകൂടി ഇറച്ചി ഒന്ന് ഉള്ളി ചൂടാവട്ടെ. ഇത് മൂടി വെക്കാം. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. മസാല റെഡിയായി. ഈ ബിരിയാണിയുടെ ഉണ്ടാക്കുന്ന പാത്രം അടുപ്പത്തൊക്കെ. ഇപ്പം ഈ ഡാൽഡ 100 ഇത് ഞാനിപ്പോൾ ഇതിൻ്റെ പകുതിയാണ് ഒഴിക്കുന്നത്. ചിലർ 100 ഒഴിക്കും. ഇനി അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തെടുക്കാം. വറുത്തെടുത്ത് പാത്രത്തിൽ മാറ്റി വെക്കാം. ഉള്ളി വാട്ടിയെടുക്കാം.
ഇത് കോരി മാറ്റി വെക്കാം. 4.5 ഗ്ലാസ് അരിയാ. ഈ 4.5 ഗ്ലാസ് അരിക്ക് നമുക്ക് 8-9 ഗ്ലാസ് വെള്ളം വെക്കാം. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം. നമ്മൾ ഈ അളന്ന് വെച്ച വെള്ളം ഇതിൽ ഒഴിക്കുക. ഉപ്പിടുക. ഉപ്പിട്ടിട്ട് ഇനി നമ്മൾ ഈ അരിഞ്ഞു വെച്ച ക്യാരറ്റ് അതിലിടുക. ഇനി ഇതിൽ കടുവപ്പട്ട, ഏലക്ക ഇങ്ങനത്തെ മസാലകൾ ഇതിലിടുക. ഇട്ടിട്ട് ഇനി മൂടി വെക്കാം വെള്ളം തിളയ്ക്കണവരെ. ഇനി നമുക്ക് തുറന്ന് വെള്ളം തിളച്ചിക്കണോ നോക്കാം. വെള്ളം തിളച്ച് ഇനി നമുക്ക് അരി ഇടാം. നമ്മൾ കഴുകി വാരി വെച്ച അരി ഇടാം. ഇതൊന്ന് തിളയ്ക്കണവരെ നമുക്ക് മൂടി വെക്കാം. ഇത് നമുക്കിനി തുറന്നു നോക്കിയിട്ട് നമുക്ക് ഈ ചോറിൽ കുറച്ചിഞ്ഞ് എടുക്കാം. ഇനി എടുത്തിട്ട് ഈ മസാല ഇളക്കിയിട്ട് ഇതിൽ കുറച്ച് കോരിയിടാം. നമുക്ക് ഈ ചോറ് ഇതിൽ തന്നെ കൊട്ടാം. അപ്പൊ ഇതില് ഈ മസാലയുടെ കളർ പിടിക്കുകയും ചെയ്യും. എല്ലാം കൊണ്ട് നല്ല ഇതുണ്ടാവും. ഇനി ഇതിൽ നമുക്ക് ഇച്ചിരി നെയ്യ് ഒഴിക്കാം. ഇനി ഇത് നമുക്ക് മൂടി വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ നമുക്ക് തീ കോരിയിടാം. അടിയിൽ കത്താൻ പാടില്ലേ, അടി കരിയുള്ളു. കാറ്റുകൊണ്ട് തീ പാറില്ലേ. ഇനി നമുക്കിത് അയക്കണമെന്ന് തുറന്നു നോക്കാം.
ആയിട്ട് ഈ അണ്ടിപ്പരിപ്പും ഉള്ളി നമ്മൾ ഇതാക്കി വെച്ചത് ഇങ്ങനെ ഇടാം. നല്ല ചിക്കൻ ബിരിയാണി റെഡിയായി.